ഞാനിപ്പം എൻ്റെ എപ്പോഴും ഒരുപാട് പേര് ചോദിക്കുന്നൊരു കാര്യത്തിനുള്ള മറുപടിയായിട്ടാണ് വന്നേക്കുന്നത്. എനിക്ക് ഒരുപാട് പേഴ്സണൽ മെസ്സേജ് വരുന്നുണ്ട്, എങ്ങനെയാണ് ഷിപ്പിൽ ജോലിക്ക് കയറുക, എന്തൊക്കെ വേക്കൻസീസാണ് ഉള്ളത്, സാലറി എങ്ങനെയാണ്, അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ഞാനിപ്പോൾ 9 ഉള്ളത്. എനിക്കിപ്പോൾ നെറ്റ് യൂസ് ചെയ്യുന്നതിന് വേണ്ടി ഒരുപാട് ലിമിറ്റ് ഉണ്ട്. എനിക്കാകെ മാസം 5 GB നെറ്റ് കിട്ടുന്നത്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ കയറി മെസ്സേജിന് റിപ്ലൈ തരാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ല. അതുകൊണ്ട് ഞാൻ വേക്കൻസി കണ്ടപ്പോൾ പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഈ വരുന്ന ഫെബ്രുവരി 13 മുംബൈയിൽ cruisecareer.comൻ്റെ ഒരു ഏജൻസിയാണ്, അവരുടെ ഒരു ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേഡീസിന് വേണ്ടി മാത്രമുള്ള ഇൻ്റർവ്യൂ ആണ്. അത് മെയിനായിട്ട് അവർ എടുക്കുന്നത് F&B, ഗാലി, ഹൗസ് കീപ്പിംഗ്, ഈ 3 ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് ആൾ എടുക്കുന്നത്. F&B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, ബാറ്, റെസ്റ്റോറൻറ്റ്, വെയിറ്റർമാർ, അങ്ങനെയുള്ള പോസ്റ്റിലേക്കൊക്കെയാണ്. പിന്നെ വരുന്നത് ഹൗസ് കീപ്പിംഗ് വരുന്നുണ്ട്. അത് ഹോട്ടൽ ക്ലീനർ ആവാം, ഹോട്ടൽ ക്ലീനർ പബ്ലിക് ഏരിയ വരും, പിന്നെ റൂം അറ്റൻഡൻറ്റ് വരും, അങ്ങനെ അത് ഹൗസ് കീപ്പിംഗ് വേക്കൻസി എക്സ്പീരിയൻസ് ഉള്ള എല്ലാം. പിന്നെ ഗാലി എന്ന് പറയുമ്പോൾ കൂടുതൽ ഷെഫുമാരായിരിക്കും. പിന്നെ ഗാലിക്ക് ക്ലീനർമാർ ഞാൻ ലേഡീസിനെ അങ്ങനെ കണ്ടിട്ടില്ല. ഇവിടെ കൂടുതലും ഷെഫുമാരായിരിക്കും വരിക. അറിയാമല്ലോ, ലേഡീസ് കൂടുതൽ വരിക പേസ്ട്രി, CDP അങ്ങനെയുള്ള പോസ്റ്റുകൾ, അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഡയറക്റ്റ് സ്പോട്ട് ഓഫർ ലെറ്ററാണ്. ചെല്ലുക, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക, ഓഫർ ലെറ്റർ വാങ്ങിക്കുക, വരിക. പിന്നെ ലേഡീസിന് വേണ്ടി മാത്രമുള്ളതായതുകൊണ്ട് വളരെ കുറച്ച് കാൻഡിഡേറ്റ്സ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ. സോ കിട്ടാനുള്ള ചാൻസ് വളരെ കുറവല്ല. മിസ് ചെയ്യരുത് ഈ ഓപ്പർച്യൂണിറ്റി. ഇതിന് വേണ്ട എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ്, എക്സ്പീരിയൻസ് എത്ര വേണം. എക്സ്പീരിയൻസ് ശരിക്കും പറഞ്ഞാൽ ഇതിപ്പം കാർണിവൽ ക്രൂസിൻ്റെ ഇൻ്റർവ്യൂ വന്നിരിക്കുന്നത്. കാർണിവൽ അത്യാവശ്യം നല്ലൊരു കമ്പനി തന്നെയാണ്. അവിടെ എക്സ്പീരിയൻസ് ഇപ്പം ചോദിച്ചേക്കുന്നത് 1 ഇയർ 5 സ്റ്റാർ 4 സ്റ്റാർ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചേക്കുന്നത്, അല്ലെങ്കിൽ ക്രൂസ് ലൈനിലുള്ള എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ 1 ഇയർ എക്സ്പീരിയൻസ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കേണ്ടത് വരും. നിങ്ങളുടെ സാലറി അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയി എന്നുള്ളതിൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കേണ്ടി വരും. പിന്നെ വരുന്നത് 10th മതി. ഒക്കെ ക്വാളിഫിക്കേഷൻ 10th ആണെന്ന് തോന്നുന്നു ചോദിച്ചേക്കുന്നത്. അതെ, 10th ചോദിച്ചേക്കുന്നത് ക്വാളിഫിക്കേഷൻ. പിന്നെ ഫ്ലുവൻ്റ് ഇൻ ഇംഗ്ലീഷ്, അത് പിന്നെ വലിയ കഴിവുള്ള കാര്യമല്ല. അത്യാവശ്യം പറയാൻ അറിയണം, കേട്ടാൽ മനസ്സിലാവണം, കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള ഇംഗ്ലീഷ് അറിയണം, അത്രയേ ഉള്ളൂ. അപ്പോൾ മാക്സിമം എല്ലാവരും അപ്ലൈ ചെയ്യുക. ഒരു സൈറ്റ് ഉണ്ട്, ഞാൻ സൈഡിൽ കൊടുത്തേക്കാം. അതിൽ കയറി രജിസ്റ്റർ ചെയ്യുക, ഡോക്യുമെൻറ്റ്സ് എല്ലാം ആയിട്ട് പോവുക, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക, എത്രയും പെട്ടെന്ന് ജോയിനിങ് വാങ്ങിക്കുക. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, എപ്പോഴും കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി.